പണവും പ്രതാപവും നമുക്കെന്തിനാ? പുട്ടുണ്ടല്ലോ, പുട്ടിൻ പൊടിയുണ്ടല്ലോ. എയിംസും പുനരധിവാസവും നമുക്കെന്തിനാ? അമർ അക്ബർ അന്തോണി എന്ന സിനിമയിൽ ഇന്ദ്രജിത്ത് പറഞ്ഞൊരു ഡയലോഗുണ്ട്. ഏത് പെണ്ണിനെയും വീഴ്ത്താൻ പറ്റുന്നൊരു ട്രിക്ക് ഇന്ദ്രജിത്തിൻ്റെ കയ്യിലുണ്ടെന്ന്. അപ്പം അതുപോലെ തന്നെ എയിംസും പുനരധിവാസവും ഒന്നും വേണ്ട മലയാളികളെ വീഴ്ത്താൻ. അതിലും വലിയൊരു സംഭവമുണ്ട്. വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരെ പുനരധിവാസവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് ഒന്നാം ഘട്ടമായിട്ട് 178 വീടുകൾ സർക്കാർ കൈമാറി. ഇലക്ഷൻ ആയതുകൊണ്ടാണ് സർക്കാർ വീട് കൈമാറുന്നതെന്നും ഇലക്ഷൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമായി ദുരന്തബാധിതരെ ഉപയോഗിക്കുന്നു എന്നും പ്രതിപക്ഷം പറയുന്നുണ്ട്. ആയിക്കോട്ടെ, ഇപ്പം ഇലക്ഷൻ്റെ ഭാഗമായിട്ടാണെങ്കിലും സർക്കാർ കൊടുത്തല്ലോ, വീട് കൊടുത്തു. ഇതുപോലും കൊടുക്കാത്തവരാണ് സർക്കാരിനെതിരെ ഇത്തരത്തിൽ പറയുന്നതെന്ന് ഓർക്കണം. മറുവശത്ത് ഇത്തരത്തിൽ സഹായം ചെയ്ത മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സംഘടന സർക്കാരിനെ ഈ വിഷയത്തിൽ അഭിനന്ദിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ചിലവർ തറക്കല്ല് മാത്രമേ ഇടുകയുള്ളൂ, വീടെടുക്കൂല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അവരാണ് കൂടുതൽ ആക്ഷേപങ്ങൾ സർക്കാരിനെതിരെ പറയുന്നത്. നമ്മൾ പൊതുവെ എന്താ പറയുക, ഒരു ഇലക്ഷന് വേണ്ടിയിട്ടാണെങ്കിലും ജനങ്ങളുടെ മുമ്പിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യും എന്ന് കാണിക്കാൻ വേണ്ടിയെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുമല്ലോ. അതുപോലും ചെയ്യാത്ത ആൾക്കാരാണ് സർക്കാരിനെ വിമർശിക്കുന്നത്. ഒരു ഭാഗത്ത് മോദി അപ്പൂപ്പനായി വന്ന് നല്ല ഉഗ്രൻ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി സ്ഥലം കാലിയാക്കിയത്. മീശമാധവൻ ഫിലിമിൽ സലീം കുമാർ പറയുന്ന പോലെ നന്ദി മാത്രമേ ഉള്ളൂ അല്ലേ എന്ന് പറയുന്ന പോലെ അഭിനയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലാതെ വേറൊരു സഹായവും ഉണ്ടായിരുന്നില്ല. എന്തിന്? ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ പോലും കേന്ദ്ര ഗവൺമെൻറ് തയ്യാറായില്ല എന്നതാണ് സത്യം. കാരണം ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ച കേരളത്തിന് സഹായം കൂടുതൽ ചെയ്യേണ്ടി വന്നാലോ, കൂടുതൽ കിട്ടിയാലോ? അതുകൊണ്ട് അതുപോലും വേണ്ട. അതുകൊണ്ട് അഭിനയം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും പ്രതീക്ഷിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തെ മൊത്തത്തിൽ തഴഞ്ഞു. സാധാരണ ഇലക്ഷൻ എടുത്തിരിക്കുന്ന സമയത്ത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് ഭരണം പിടിക്കാൻ വേണ്ടി എങ്കിലും ബഡ്ജറ്റിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രഖ്യാപിക്കും. പ്രഖ്യാപനം മാത്രം ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ, വെറുതെ പ്രഖ്യാപിച്ചെങ്കിലും വെക്കാമല്ലോ. അതുപോലും ചെയ്യാത്ത സർക്കാരാണ് കേന്ദ്ര സർക്കാർ. എയിംസ് വരും മറ്റേ മോനെ എന്നൊക്കെ പറഞ്ഞ് ഇവിടെയുള്ള ബി ജെ പിക്കാർ വലിയ വീരവാദം മുഴക്കിയിട്ട് ലാസ്റ്റ് എന്താ പറയുക, അവർ പോലും അന്തം വിട്ടുപോയ അവസ്ഥയിലാണ് ബഡ്ജറ്റ് പ്രഖ്യാപനം ഉണ്ടായത്. മൊത്തത്തിൽ നിരാശ. എയിംസും ഇല്ല, എന്താ പറയുക, അതിവേഗ റെയിൽപാതയില്ല, ഒന്നുമില്ല. അപ്പോൾ അവർക്ക് കേരളത്തോടുള്ള എത്ര ഇതുണ്ടെന്നുള്ളത് നമുക്ക് നന്നായി തന്നെ മനസ്സിലാക്കാൻ പറ്റും. അതായത് നിങ്ങൾക്കിതൊന്നും തരുന്നില്ല, അല്ലാതെ തന്നെ കേരളം പിടിക്കാനുള്ള വഴി അവർക്കറിയാം. അത് എന്ത് വഴിയാണെന്നല്ലേ? ഇത് തന്നെയാണ് ആ വഴി, ആ സുവർണ അവസരം. ഇതാണ് ഇത്തവണത്തെ കേരള ഇലക്ഷന് പ്രതിപക്ഷം ഉപയോഗിക്കാൻ പോകുന്ന മുഖ്യ ആയുധം. സ്ത്രീ പ്രവേശനം, ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഹർജികൾ ഏപ്രിൽ 7 മുതൽ വാദം കേൾക്കാൻ തുടങ്ങിയാണ്. അപ്പോൾ 2018 അന്ന് നിർത്തിവെച്ച ഒരിത് ഇപ്പം ഈ ഇലക്ഷൻ സമയത്ത് ഏപ്രിൽ 7 കൊണ്ടുവന്ന് ഇട്ട് എന്തിനാന്ന് ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാകും. ഈ ഒരു ഇലക്ഷൻ സമയത്ത് ഇതാണ് പ്രധാന പ്രചരണ ആയുധം. കോൺഗ്രസിനെ സംബന്ധിച്ചും BJPയെ സംബന്ധിച്ചും ഇതൊരു സുവർണ അവസരമാണ്. കാരണം കഴിഞ്ഞ വട്ടം ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രശ്നങ്ങളിലും നാമജപ ഘോഷയാത്രയിലും എല്ലാത്തിലും അതിൻ്റെ ഒരു എന്താ പറയുക, എല്ലാ ബെനിഫിറ്റ്സും കിട്ടിയ ഒരു പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്. BJP ആണ് എല്ലാ പ്രതിഷേധങ്ങളും എല്ലാ പരിപാടികളും സംഘടിപ്പിച്ചെങ്കിലും അതിൻ്റെ ഗുണഭോക്താവ് എന്ന് പറയുന്നത് കോൺഗ്രസ് ആയിരുന്നു. അതുകൊണ്ട് ഇത്തവണയും അവരത് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ BJP ഇത്തവണയും അത് വെച്ച് മുതലെടുക്കാം എന്നൊരു കണക്കൂട്ടലിലാണ്.
അതുകൊണ്ട് തന്നെ ഈ ഒരു ഹർജി ഏപ്രിൽ 7 വാദം കേൾക്കാൻ തുടങ്ങും എന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും സർക്കാരിൻ്റെ നേരെ തിരിഞ്ഞിരിക്കുകയാണ്. കാരണം സർക്കാർ അന്ന് യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചാണ് പറഞ്ഞത്. പിന്നീട് അതിലൊരു ചാഞ്ചാട്ടം ഉണ്ടായി ആ ഒരു നിലപാടിൽ. അപ്പം ഇപ്പോൾ വീണ്ടും സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ ഈ ഒരു യുവതീ പ്രവേശന ഹർജി സഹായിക്കുമെന്ന് കോൺഗ്രസിനും BJPക്കും അറിയാം. അപ്പോൾ പിന്നെ ഭരണം പിടിക്കാൻ വേണ്ടി വെറുതെ പുനരധിവാസം നടത്തിയും വയനാട്ടുകാരെ സഹായിച്ചും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എയിംസ് കേരളത്തിന് കൊടുത്തും ഒക്കെ വെറുതെ അതൊക്കെ അധിക ചിലവല്ലേ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഒരു സിമ്പിൾ ട്രിക്ക്, ഇത് മാത്രം മതി. അതിപ്പം ഏത് സർക്കാരാണെങ്കിലും തുടർഭരണത്തോട് പേഴ്സണലി എനിക്ക് തീരെ താല്പര്യമില്ല. അതിപ്പം CPM ആണെങ്കിലും BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും. കാരണം തുടർഭരണം നടത്തുമ്പോൾ കുറച്ചൊരു അഹങ്കാരം കൂടി വരും സർക്കാരിന്. ജനങ്ങളെ അങ്ങ് മറന്നു പോകുന്നൊരവസ്ഥയാണ് ഉണ്ടാകുക. അതിപ്പം നമ്മൾ കേന്ദ്രത്തിൽ ദേശീയ തലത്തിൽ നോക്കുകയാണെങ്കിലും ഇപ്പം കേരളത്തിൽ നോക്കുകയാണെങ്കിലും അങ്ങനെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ എൻ്റെ ചിന്ത എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ അടുത്ത ഇലക്ഷന് LDF ജയിച്ചില്ലെങ്കിൽ പകരം ഏത് പാർട്ടി എന്നുള്ളൊരു ചിന്തയും കൂടി ഉണ്ടല്ലോ. ഇപ്പം ഈ ഒരു സഹായം പോലും ചെയ്തു കൊടുക്കാൻ മനസ്സില്ലാത്തവരെ എങ്ങനെയാണ് അടുത്ത വട്ടവും വിജയിപ്പിക്കാൻ പറ്റുക? അറ്റ്ലീസ്റ്റ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാം.